വിശുദ്ധ പൗലോസ് എഫേസോസിലെ സഭയ്ക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം. ദൈവ തിരുമനസാൽ യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായ പൗലോസ് എഫേസോസിലുള്ളവരും ക്രിസ്തു യേശുവിൽ വിശ്വസ്തരുമായ വിശുദ്ധർക്ക്, നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും. സ്വർഗത്തിലെ എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. കാരണം തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിനു മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. അവിടുത്തെ തിരുമനസിൻ്റെ പ്രീതി അനുസരിച്ച് യേശുക്രിസ്തു വഴി തനിക്ക് വേണ്ടി നമ്മെ ദത്തുപുത്രസ്ഥാനത്തേക്ക് അവിടുന്ന് മുൻകൂട്ടി നിശ്ചയിച്ചു. ഇത് തൻ്റെ പ്രിയപ്പെട്ടവനിലൂടെ നമ്മിൽ ചൊരിഞ്ഞ അവിടുത്തെ മഹത്വപൂർണമായ കൃപയുടെ പുകഴ്ചയ്ക്കു വേണ്ടിയാണ്. അവനിൽ അവിടുത്തെ കൃപയുടെ സമ്പന്നതയ്ക്കൊത്ത് അവൻ്റെ രക്തം വഴിക്കുള്ള വീണ്ടെടുപ്പ്, അപരാധങ്ങളുടെ മോചനം നമുക്കുണ്ട്. ഇത് അവിടുന്ന് സമ്പൂർണ്ണ ജ്ഞാനത്താലും വിവേകത്താലും നമ്മിലേക്ക് വർഷിച്ചിരിക്കുന്നു. അവിടുന്ന് തൻ്റെ പ്രീതി അനുസരിച്ച് അവനിൽ നിശ്ചയിച്ച് നൽകിയ തിരുമനസിൻ്റെ രഹസ്യം നമുക്ക് വ്യക്തമാക്കി തന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സമസ്തവും ക്രിസ്തുവിൽ സമയത്തിൻ്റെ പൂർണ്ണതയിൽ ഏകീഭവിപ്പിക്കുന്ന പദ്ധതി. തൻ്റെ തിരുമനസിൻ്റെ തീരുമാനപ്രകാരം എല്ലാം നിറവേറ്റുന്ന അവിടുത്തെ പദ്ധതി അനുസരിച്ച് മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടവരായി ഞങ്ങൾ അവനിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇത് ക്രിസ്തുവിൽ മുമ്പേ പ്രത്യാശയർപ്പിച്ച ഞങ്ങൾ അവൻ്റെ മഹത്വപൂർണമായ പുകഴ്ചയ്ക്കു വേണ്ടി ആയിരിക്കുന്നതിനാണ്. അവനിൽ നിങ്ങളും സത്യത്തിൻ്റെ വചനമായ നിങ്ങളുടെ രക്ഷയുടെ സുവിശേഷം കേട്ട് അവനിൽ വിശ്വസിച്ച് വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ മുദ്രിതരാക്കപ്പെട്ടിരിക്കുന്നു. അവിടുത്തെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി വീണ്ടെടുപ്പ് സ്വന്തമാക്കാനുള്ള നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമാണ് പരിശുദ്ധാത്മാവ്. അതിനാൽ ഞാനും കർത്താവായ യേശുവിലുള്ള നിങ്ങളുടെ വിശ്വാസത്തെയും എല്ലാ വിശുദ്ധരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ട് എൻ്റെ പ്രാർത്ഥനകളിൽ ഓർത്ത് നിങ്ങളെ പ്രതി കൃതജ്ഞതയർപ്പിക്കുന്നതിൽ നിന്ന് വിരമിക്കുന്നില്ല. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവം, മഹത്വത്തിൻ്റെ പിതാവ്, ജ്ഞാനത്തിൻ്റെയും തന്നെക്കുറിച്ചുള്ള അറിവിൻ്റെ വെളിപാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്കു നൽകട്ടെ. അവിടുത്തെ വിളിയുടെ പ്രത്യാശ എന്തെന്ന്, വിശുദ്ധരിലുള്ള അവിടുത്തെ മഹത്വപൂർണമായ അവകാശത്തിൻ്റെ സമ്പന്നത എന്തെന്ന് നിങ്ങൾ കാണാൻ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ പ്രകാശിതമാക്കി. വിശ്വസിക്കുന്നവരായ നമ്മിലേക്കുള്ള അവിടുത്തെ വല്ലഭത്വമാർന്ന കരുത്തിൻ്റെ പ്രവർത്തനാനുസൃതം അവിടുത്തെ അപരിമേയമായ ശക്തിയുടെ മഹനീയത എന്തെന്ന്, മരിച്ചവരിൽ നിന്ന് അവനെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവിടുത്തെ വലത്തുവശത്തിരുത്തി ക്രിസ്തുവിൽ അവിടുന്ന് പ്രകടമാക്കി. എല്ലാ ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും പ്രഭുത്വങ്ങൾക്കും ഈ യുഗത്തിൽ മാത്രമല്ല വരാനിരിക്കുന്നതിലും അറിയപ്പെടുന്ന എല്ലാ നാമങ്ങൾക്കും ഉപരിയായി അവിടുന്ന് എല്ലാറ്റിനെയും അവൻ്റെ പാദങ്ങൾക്ക് കീഴിലാക്കുകയും അവനെ എല്ലാറ്റിനും മേൽ ശിരസായി സഭയ്ക്ക് നൽകുകയും ചെയ്തു. ഇത് അവൻ്റെ ശരീരമാണ്, എല്ലാറ്റിലും എല്ലാം പൂർത്തിയാക്കുന്ന അവൻ്റെ പൂർണ്ണതയാണ്.